നമ്മുടെ സ്വന്തം സെർച്ച് എഞ്ചിൻ സോഹോയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഹോയുടെ പ്രതിനിധി രമ്യ രഞ്ജിത്ത് എന്നോടൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. സോഷ്യൽ മീഡിയ ആയാലും മാധ്യമങ്ങളിലായാലും ലോകം തന്നെ ചർച്ച ചെയ്യുകയാണ് സോഹോയെക്കുറിച്ച്. ഈ ഒരു വലിയൊരു മാറ്റത്തിൻ്റെ കാരണം എന്തായിരിക്കും? ഇങ്ങനെയുള്ളൊരു മാറ്റം പെട്ടെന്നൊന്ന് നമുക്ക് കാണാൻ സാധിച്ചത്? അതിൻ്റെ മേജർ കാരണം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കോ ഫൗണ്ടറാണ് മിസ്റ്റർ ശ്രീധർ വേമ്പു. അദ്ദേഹം വലിയൊരു വിഷണറി തന്നെയാണ്. കാരണം ഇപ്പം ചർച്ചാ വിഷയമാവുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതുണ്ടായിരുന്നു, ഈ ഐഡിയ ഉണ്ടായിരുന്നു. സോ അരട്ടെ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ലോകം മുഴുവൻ യൂസ് ചെയ്യാൻ പറ്റണം, ഫുൾ പ്രൈവസിയോടുകൂടി യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു B2C ആപ്പ് ചാറ്റിനും കോൾസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. അങ്ങനെയാണ് അരട്ടെ വന്നത്. കുറേ വർഷങ്ങളായിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് ലോഞ്ചിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഒരു ദിവസം വൈറലായി. അരട്ടയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വാട്സപ്പിന് ബദലായി അതിനേക്കാളും ഫെസിലിറ്റിയോട് കൂടിയുള്ള ഓപ്ഷനോട് കൂടിയിട്ടുള്ള ഒരു മെസ്സഞ്ചർ ആപ്പാണ്. ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും സോഹോയെ നമ്മൾ പ്രിഫർ ചെയ്യും. ലോക ജനത എന്തിന് പ്രിഫർ ചെയ്യണം അരട്ടയെ? സോ ഫസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ സോഹോനെ ആര് പ്രിഫർ ചെയ്യാനും ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. സോ നമ്മളുടെ ഡേറ്റാ സെൻറ്റേഴ്സ് ഒന്നും പുറത്തുള്ള ഡേറ്റാ സെൻറ്റേഴ്സ് അല്ല, നമ്മൾ സോഹോ ഓൺ ഡേറ്റാ സെൻറ്റേഴ്സ് ആണ്. ദാറ്റ് മീൻസ് റാക്ക് ആ ഏരിയ എല്ലാം നമ്മൾ ഓൺ ചെയ്യുന്ന ഡേറ്റാ സെൻറ്റേഴ്സ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ പ്രൈവസി സെക്യൂരിറ്റി കംപ്ലയൻസിൽ പല സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ തന്നെ നമ്മുടെ സിസ്റ്റമിനെ പല പ്രാവശ്യം ഇന്റേണലി ഹാക്ക് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വിച്ച് മീൻസ് ദാറ്റ് പുറത്തുനിന്ന് ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ തന്നെ മാക്സിമം അതിനെ ഇംപ്രൂവൈസ് ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കാറുണ്ട്. പിന്നെ പ്രൈവസി ഇത്രയും ഉള്ള സമയത്ത് അത് തന്നെയല്ലേ എല്ലാ ഇന്ത്യക്കാർക്കും യൂസ് ചെയ്യാനും താല്പര്യം ഉണ്ടാവേണ്ടത്. 45ാമത്തെ എഡിഷനിൽ ജൈടെക്സിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? സോ ഞാൻ ഇപ്പോൾ ഒരു 5-6 വർഷമായി സോഹോയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ വന്ന സമയത്ത് ഇവിടെ നമുക്ക് അധികം വലിയ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരുന്നില്ല UAE-യിൽ. ഇപ്പോൾ ഫിസിക്കൽ പ്രസൻസ് തുടങ്ങി, നമുക്ക് വലിയൊരു ഓഫീസ് ഉണ്ട്, 100-ൽ പരം എംപ്ലോയീസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും സോഹോ അറിയാം ഫസ്റ്റ് ഓഫ് ഓൾ. സോ മോസ്റ്റ് ഓഫ് ദം ആർ കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നവർ. സോ അത് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. സോഹോ ഒരു കോമ്പറ്റീറ്റർ ആയി മാറുമോ ഗൂഗിളിന്? എങ്ങനെയാണ് പ്രതീക്ഷ? ഓൾറെഡി ഒരു കോമ്പറ്റീറ്റർ ആണ് ചില കാര്യങ്ങളിൽ. എല്ലാത്തിനും കോമ്പറ്റീറ്റർ ആവാൻ പറ്റില്ല. കാരണം സോഹോ ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ഓഫർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുറേ വേറെ ഏരിയാസിലും ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഒരു ഏരിയയിൽ പ്രോബബ്ലി ഒരു കോമ്പറ്റീറ്റർ ആണ്. രാജ്യത്തെ ഭരണാധികാരികളിൽ നിന്നുള്ള സപ്പോർട്ടിനെ എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ സന്തോഷം. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത് നമ്മളിപ്പോൾ നമ്മുടെ ഗവൺമെന്റ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമല്ലേ. സോ അതുകൊണ്ട് വി ആർ പ്രൗഡ് ആക്ച്വലി ഉള്ളതിനെ പ്രൗഡായിട്ട് കാണുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്.